ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതാകുമ്പോൾ കേരളത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ? പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ കേരളത്തിൽ നടമാടുന്നത് മാധ്യമ ഭീകരതയും കടുത്ത അടിയന്തരാവസ്ഥയുമാണെന്ന സത്യത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഷാജനെതിരെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ ഭരണകൂടത്തിന്റെ തണലുപറ്റി നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് അനധികൃതമായി ഭൂമി വെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ചിലരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ക്രൂരമായ വേട്ടകൾ നീതിക്ക് നിരക്കാത്തതും സകല തത്വദീക്ഷകൾക്കും വിരുദ്ധമായിട്ടുള്ളതും ആയിരുന്നു. ഷാജന്റെ ഓരോ വീഡിയോയിലൂടെയും ഷാജൻ നടത്തുന്ന വെളിപ്പെടുത്തലുകളിലൂടെ അടിമുടി ആടിയുളഞ്ഞ പിണറായി സർക്കാർ മറ്റൊരു കേസിൽ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മൊഴി കൊടുക്കാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷാജനെ കൊച്ചി സിറ്റി പോലീസിനെ ഉപയോഗിച്ച് കമ്പനി രേഖകളിൽ കൃത്രിമത്വം കാണിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആസൂത്രിതമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഷാജനെതിരെ ആസൂത്രിതമായ വേട്ട തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ ഈ വേട്ടക്കാർ എടുത്ത പല കള്ളക്കേസുകളുടെയും നിജസ്ഥിതി ബോധ്യപ്പെട്ട കോടതി 10 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത ശേഷമേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാവൂ എന്ന് ഉത്തരവിട്ടിരുന്നു. ആ കോടതി ഉത്തരവിനെ പോലും കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഈ അറസ്റ്റ്. പൗരന്റെ ജീവന് സംരക്ഷണവും ക്രമസമാധാനവും ഉറപ്പാക്കേണ്ട പോലീസിനെ ഉപയോഗിച്ച് കേരളത്തിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കും മാധ്യമ ഭീകരതയ്ക്കും കളമൊരുക്കിയ പിണറായി സർക്കാരിനോട് ചില ചോദ്യങ്ങൾ തന്നെ കേരള സമൂഹത്തിന് ചോദിക്കാനുണ്ട്. ഒരു ജനപ്രതിനിധിക്ക് ചേരാത്ത വിധത്തിൽ മറുനാടൻ മലയാളിക്കെതിരെ നിരന്തരമായി വെല്ലുവിളികൾ ഉയർത്തുന്ന അനധികൃതമായ ഭൂമിയിടപാടും തടയണ നിർമ്മാണവും അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ നിലമ്പൂർ MLA അൻവറിന് നിയമമൊന്നും ബാധകമല്ലാത്തത് എന്തുകൊണ്ടാണ്? അൻവറിന്റെ അനധികൃതമായ ഭൂമി പിടിച്ചെടുക്കാൻ ഇതേ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ പോലീസിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതേസമയം നിയമപരമായി തന്റെ ഭൂമിയിൽ മണ്ണിട്ട് നികത്തിയ മാത്യു കുഴൽനാടനെതിരെ ആവേശത്തോടെ ഓടിയെടുത്ത നിയമപാലകർ എന്താ നിരന്തരമായി നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തുന്ന അൻവറിന്റെ പുരയിടത്തിൽ കയറാൻ ഭയക്കുന്നത്? അൻവറിനും കുഴൽനാടനും മറുനാടനും പിണറായി ഭരണത്തിൽ വേറെ വേറെ നിയമമാണോ കേരളത്തിൽ നിലനിൽക്കുന്നത്? തുടർ ഭരണത്തിന്റെ ആലസ്യത്തിൽ പിണറായിയും കൂട്ടരും കാട്ടിക്കൂട്ടിയ നീതിരഹിത ഇടപാടുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ മറുനാടൻ ഷാജനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടൊന്നും ദുർഭരണത്തിനെതിരെയും പിണറായിയും കുടുംബവും കേരളത്തിൽ കാട്ടിക്കൂട്ടിയ കൊടിയ അഴിമതിക്കെതിരെയും കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാതാകുമെന്ന് ആരും കരുതേണ്ടതില്ല. ഒരു ഷാജനല്ല, ആയിരം ഷാജന്മാർ ഈ ദുർഭരണത്തിനെതിരെ വിരൽ ചൂണ്ടി രംഗത്ത് ഉയർന്ന് വന്നുകൊണ്ടിരിക്കും. അതെ, അഴിമതിക്കും ധൂർത്തിനും സ്വജന പക്ഷപാതത്തിനും എതിരെ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.